സമയം 1 മണിയാകാൻ പോവുകയാണ്. ഇടയ്ക്കിടെ പേമാരി പെയ്ത്ത് നമ്മൾ കണ്ടു. പക്ഷേ പൊരിവെയിലത്തും പെരുമഴയത്തും അവരെ നയിച്ച നേതാവിനെ കാണാൻ സഖാക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആര്യ, ഒരു വെയിലും മഴയും അറിയാതെ എത്ര വർഷം അല്ലേ തടവിൽ പാർത്തിരുന്ന കാലം, ഒളിവിൽ പാർത്തിരുന്ന കാലം, അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന കാലം, അങ്ങനെ ഒരു കാലമുണ്ട് സഖാവ് VS-ന്. അങ്ങനെ ഒരു കാലത്തിലൂടെ, അങ്ങനെ ഒരു പോരാട്ടത്തിലൂടെ ഈ തൊഴിലാളികൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ള വർദ്ധിത വീര്യം ചെറുതൊന്നുമല്ല. അതൊരു നൂറ്റാണ്ടിൻ്റെ വർദ്ധിത വീര്യമാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ നായകൻ വിട പറയുമ്പോൾ ആ സ്നേഹവായ്പ, ആ നന്ദി, ആ വിപ്ലവ വീര്യമൊക്കെയാണ് ഈ പ്രവർത്തകരിലും നിറയുന്നത്. അതാണ് ഈ കനത്ത മഴയിൽ പോലും മഴയെ അവഗണിച്ചുകൊണ്ട് ഈ പാരിപ്പള്ളിയിലെ ഈ തെരുവിൽ ഈ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ VS-നെ? കണ്ടോ? VS-നെ കാണാൻ നമ്മൾ 4 മണി തൊട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ മഴയത്തോലും നമ്മൾ കയറിയില്ല. കാരണം അത്രയ്ക്ക് നമ്മളെ ചങ്കാണ് VS. അതെ, ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ 4 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്, അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം തന്നെ സമയം 1 മണിയായി. 4 മണിക്ക് എത്തിയതാണ്. 4 മണിക്ക് വന്ന ആളുകളാണ്. ഒരു സമയം പിന്നിട്ടു, പുലർച്ചെയായി, ഒരു ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസമായി. 4 മണിക്ക് വന്നതാണ് നിങ്ങളൊക്കെയും? അതെ, 4 മണിക്ക് വന്നതാണ്. ഇങ്ങനെ VS-നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, TV-യിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇന്ന് കാണാൻ പറ്റി. കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. VS-നെ കണ്ട് മടങ്ങുകയാണ് ഇവരൊക്കെയും. ഇതിൽ എല്ലാവരും ഉണ്ട്. കണ്ടോ? കണ്ടു. പാർട്ടി പ്രവർത്തിക്കുകയാണോ? നിങ്ങൾക്ക് എത്ര നേരമായിട്ട്? നമ്മൾ 5 മണിക്ക് ഇവിടെ വന്നതാ. മഴ, നല്ല മഴയാ. കൊടയില്ലേ? കൊടയൊക്കെ ഉണ്ട്. ഇവര് അത്രയും, അതായത് 4ഉം 5ഉം മണിക്ക് വന്ന ആളുകളാണ്. റോഡൊക്കെ ചെളിക്കുളമായിട്ടുണ്ട്, അങ്ങനെയും ആയിട്ടുണ്ട്. കനത്ത മഴയാണ്. ആ മഴയെയും അവഗണിച്ച് പക്ഷെ ഇപ്പോഴും ആളുകൾ എത്തുന്നു, VS-നെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നിറയുന്ന ഈ തിരുവോരങ്ങൾ എന്നുള്ളതാണ്. വിപ്ലവ സൂര്യനെ, വിപ്ലവ നായകനെ, സമരനായകനെ വിട ചൊല്ലാനായിട്ട് കാണാൻ പറ്റുമോ VS-നെ? കണ്ടോ? കുറെ നേരം നന്നായി കണ്ടു. ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടുണ്ട്. എന്താ VS-ന് എന്താ ഏറ്റവും ഇഷ്ടം? എന്തായിരുന്നു? എന്തുകൊണ്ടായിരുന്നു VS-ന് ഇഷ്ടം? VS നല്ലൊരു മനുഷ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് പാർട്ടിയിലേക്ക് വന്ന് പാർട്ടിയിൽ ഇത്രയും നാള് ഉണ്ടായിരുന്ന പാർട്ടിയുടെ ജീവനായിരുന്നു. പാർട്ടിയുടെ ജീവനായിരുന്നു VS-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയും ജീവൻ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹത്തിന്റെ. കണ്ടോ? കേരളത്തിന്റെ കണ്ണും കരളുമായിരുന്നു VS. വർഗീയവാദികളിൽ നിന്നും അതുപോലെ തന്നെ അഴിമതിക്കാരുടെ ആയിരുന്നു കേരളത്തെ രക്ഷിച്ചത് VS-ന്റെ നിതാന്ത ജാഗ്രതയാണ്. 6 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക VS-നെ. 6 മണിക്കൂറായി VS-നെ കാത്തിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ സമയം മുന്നോട്ട് പോകുന്നതൊന്നും അറിയാതെ VS-നെ ഒരു നോക്ക് കാണാനായി നിൽക്കുന്ന ആളുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, ആലപ്പുഴയിലേക്ക് എത്തേണ്ടതുണ്ട്. കൊല്ലത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ, കൊല്ലം തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പാരിപ്പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ സമയം 1 മണി പിന്നിടുകയാണ്. ആ വിലാപയാത്ര ദർബാറിൽ നിന്നും 2 മണിക്ക് തുടങ്ങിയിട്ടുള്ള വിലാപയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ അവരിപ്പോഴും പിന്തിരിഞ്ഞു പോകുന്നൊന്നുമില്ല. അവര് ഇനിയിപ്പോൾ പോകണമെങ്കിൽ മഴയാണ്, മഴയും കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ പോകാനാവുകയുള്ളൂ. കാരണം കനത്ത വെയിലുള്ള സമയത്ത് വന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നതായ. എന്തായാലും ആര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ VS എന്ന് പറയുന്ന പോരാളി എല്ലാം മറന്നുകൊണ്ട് പോരാടിയ നേതാവാണ്. ആ നേതാവിന് ഇങ്ങനൊന്നുമല്ലാതെ എങ്ങനെയാണ് ഇവിടെ നൽകുക എന്നുള്ളത്. കണ്ടു മടങ്ങുവാണോ? കണ്ട് ഞങ്ങൾ മഴയെല്ലാം നനഞ്ഞെന്നാലും പോവാൻ കൊടയില്ല അല്ലേ? കൊടയെടുത്തില്ല. VS-ന് മുന്നിൽ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ട്.